പോന്ന അടിച്ചു കയറി പോണം. നമുക്ക് ഇബ്രോ ട്രൈബ് യെസ് ടീം ഡിസ്ട്രോയ്സ് ആണ്. ഞാൻ ആരെടുക്കും നോക്കി. രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് കലഹരിയാണ്. നോക്കാം നമുക്ക് ആരെടുക്കില്ലെന്ന്. അജൂണൊക്കെ താഴേക്കും അടിക്കും മേലക്കും എന്തൊക്കെ കാട്ടുന്നുണ്ട് നോക്കാം. ഓ നല്ല അടിയാണോട് നടക്കുന്നത്. ഒരു പ്ലെയർ മാത്രം ഇബ്രോ ട്രൈബില്, അത് വൈപ്പർ മാത്രം. വൈപ്പറെ കൊണ്ട് കഴിയും. അതൊക്കെ അത്ര ഉള്ളൂ. ഒരു കില്ലെടുത്തിട്ടുണ്ട് വൈപ്പർ. ഇനി നോക്കാം. വൈപ്പർ ഇതാ പൊക്കുന്നുണ്ട് നമ്മളെ വിസാഡ് ബ്രോനെ. വിസാഡ് ബ്രോ എന്താണ് കണ്ടുന്നത് ബ്രോ? നമ്മൾ കില്ലെടുക്കുന്നു. ചെക്കൻ ഒറ്റക്ക് മതി എന്നാണ് പറയുന്നത് വിസാഡ് വൈപ്പർ. എന്നാലും വൈപ്പറിനെ വിസാഡ് പൊക്കിയിട്ടുണ്ട്. അല്ല വൈപ്പർ വിസാഡിനെ നോക്കിയിട്ടുണ്ട്. എല്ലാം ഒറ്റക്കാരി പോലെ. ഓ ഫുൾ ഡാം കൊടുത്തെങ്കിലും ബട്ട് അത് ചാവാനുള്ള ചാൻസ് ആണ്. അവസ്ഥയിലാണ് നമ്മൾ ടീം എടുത്ത് വേറെ ടീം എടുത്തിട്ട്. കാലൊന്നും കൊണ്ട് സ്ഥലത്ത് ഇടിച്ചോളൂ. ഓക്കെ ബ്രോ, ഓക്കെ അനസ് ബ്രോ, ഓക്കെ. ഗൈസ് നോക്കാം. ഇവിടെ ഓഗിയാണ് ടോപ്പ്. മൂന്ന് കില്ലോടെ നോക്കി. പിന്നെ ഒരു കില്ല് നമ്മളെ ക്യാബ്സ് കൊടുത്തിട്ടുണ്ട്. ക്യാബ്സ് നമ്മളെ ഈ ചെക്കൻ്റെ ഈസ് കൊണ്ടുപോയി. അതാരാണ്? അജൂണോ? നോക്കാം. ലൈവ് കാണുന്നവരെല്ലാം ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പലരും തന്ന ബെല്ലേക്കണം അടിച്ചു പിടിക്കാം. ഇവിടെ അജൂൺ നമ്മളെന്തൊക്കെ ചെയ്യുന്നുണ്ട്. അജൂണെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. ഓ ഒരു 40 ഹെഡ് ഷോട്ട് കൂടി അടിച്ചിട്ടുണ്ട്. ലൈവിൻ്റെ ശബ്ദം നമ്മൾ കുറക്കുന്നുണ്ട്. കാണും കേൾക്കണം മനസ്സിലായി. അതുപോലെ ഇപ്പോൾ ഡ്രൈവ് ഒരു കളി എടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ പക്കക്കാണ് നിൽക്കുന്നത് ഇവിടെ വിസാർഡും. ആ ഒരു കോമ്പോ നോക്കണം. ഇംബറും ബ്രൈറ്റും ഓരോ കണക്കും. പക്ഷേ ക്യാപ്സും സ്റ്റോണറും അതുപോലെ തന്നെ അജൂണും വിസാർഡും വൈപ്പറും ഓഗി. ആക്കണം. സോറി ബ്രോ, സോറി. അങ്ങനെ നമ്മൾക്ക് ലൈവ് ഇടുന്ന കാരണം അങ്ങനെ എന്താണ് അടുത്ത പറയാ, ഒരു എന്താണ് അതിന് പറയാം നമുക്ക്. ഇൻട്രോട്ട് അങ്ങനെയൊക്കെ പറയാൻ നമുക്ക്. നമ്മൾ അടുത്ത് എന്ത് പറയാം, എന്ത് പറയാന്നുള്ളത് നോക്കാം. 6 MVP ആണെന്ന് നോക്കാം. ഇതുവരെ അജൂണിൻ്റെ റെക്കോർഡ് അജൂണ് പോലും വെട്ടിയിട്ടില്ല. കഴിഞ്ഞ കളിയിലും പിന്നെ ഇതുവരെയുള്ള കളിയിൽ സെമി ഫൈനലൊന്നും. ഓഹോ അജൂൺ ഒരു കടുപ്പ് കാണിച്ചതാണ്. 3 പ്ലെയറിൻ്റെ തൊള്ളേക്കാണ് പോയത്. നോക്കാം. ലൈവ് കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യാം. ഒരു നമ്പർ 8 ക്യാമ്പ് ഗെയിമിന് എടുത്തിട്ടുണ്ട്. ഒരു കുമ്മനാണ് എടുത്തത് വൈപ്പറിൻ്റെ. വിസാർഡ് ഒരു സപ്പോർട്ടാണ് വയസ്സ്. അവിടുന്ന് ഇവിടെ കടിയുണ്ട്. പക്ഷേ വിസാർഡ് അവിടുന്ന് ഇവിടുന്നൊക്കെ ഒരു AWM ഫുൾ സപ്പോർട്ടാണ്. വൈപ്പർ മാത്രമേ ഉള്ളൂ ഇനി ഇവിടെ. പിന്നെ വിസാർഡ് മാത്രമാവും. അങ്ങനെ കളി കഴിയുന്ന പോയിക്കാണ്. അങ്ങനെ വിസാറിൻ്റെ കയ്യിൽ ഡബിൾ AWM ആണ്. പക്ഷേ 150 കൊടുത്തെങ്കിലും വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടുന്ന് ഇമ്പൂറ് കൊണ്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കില്ലായിക്കണം. അതുപോലെ തന്നെ ബ്രൈറ്റിന് ഒരു കില്ലായി. അതൊരു കോംബോ. പിന്നെ പക്ഷേ സ്റ്റോണറിന് 4 കില്ലായി. 3 കില്ലാണ് സ്റ്റോണർ എടുത്ത്. അതുപോലെ ഇമ്പൂർ എടുത്ത് ഈ റൗണ്ടിൽ. പക്ഷേ ഇവിടെ ആകെ എടുത്തേക്കണത്
ബ്രൈറ്റ് മാത്രം ഒരു കില്ലാണ്. അതൊരു കുമ്മനായിരുന്നു വൈപ്പറിൻ്റെ. നോക്കാം. നോക്കാം ഗൈസ്. ഇനി നമ്മൾ ടൂർണമെൻ്റ് ഒക്കെ ഇറക്കണമെങ്കിൽ നിങ്ങൾ ഇതിന് സപ്പോർട്ടായിരുന്നു. സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ നല്ല വ്യൂസ്, ലൈക്സ്, അതുപോലെ തന്നെ അതൊക്കെ അതുപോലെ കുറച്ചുകൂടി ഇത് കൂട്ടും. എന്താ പറയുക, സ്പേസും കൂടും. അതുപോലെ തന്നെ ഇതൊക്കെ എല്ലാം കൂടും. കുറച്ചുകൂടി വ്യൂഷിപ്പ് കൂടുമ്പോൾ മറ്റുള്ളവർ നെക്കത്തുള്ളൂ. അല്ലാണ്ട് 2 വ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനായാലും ശരി, ആരാണെങ്കിലും ശരി, 2-5 വ്യൂസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ലിക്ക് ചെയ്യാൻ മുതലേ ടൂർണമെൻറ്റ് ഉള്ളവർ തന്നെ കാണുന്നത്. പക്ഷെ നമുക്ക് അത്രയും കൂടുതൽ തരാണെങ്കിൽ അതിനുള്ളൊരു അറിയുമല്ലോ വെച്ചുള്ളത് ഞാൻ മതി. മനസ്സിലായോ? നോക്കാം. ഇവിടെ ബ്രൈറ്റ് ഒരു നോക്കിയിട്ടുണ്ട്. ഇംപ്രൂവിന് 2 കില്ല് എടുത്തിട്ടുണ്ട് ബ്രൈറ്റ്. അതുപോലെ വൈപ്പറിന് നല്ല അടിയിട്ടുള്ളതാണ്, മെട്ടടിക്കുന്നുണ്ട്. അത് അജുന് ഒരു നോക്കിയിട്ടുണ്ട്. ക്യാപ്സ് ഗെയിമിങ്ങിന് MAT ഉണ്ട്. അത് നമ്മൾ വിസാർഡ് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ബ്രൈറ്റ് നോക്കാണ്. ഇവിടെ ഓണർ എയർപ്ലെയിൻ സപ്പോർട്ട് 2 പ്ലേസ് മാത്രം. ഓഗി ഡാം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓഗിക്ക് വേറെ സ്ഥലത്ത് നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നോക്ക് ഇട്ടുണ്ട്. ഓഗി 2v2 സിറ്റുവേഷനാണ്. ക്രോണൊക്കെ ഇട്ടിട്ടുണ്ട്. ഫുൾ ഡാമാണ്, പക്ഷെ ഒരു കാര്യമില്ലായിരുന്നു. ഇവിടുത്തെ വൈപ്പർ അടിച്ചെടുത്തിട്ട് വൈപ്പർ നമ്മളെ ഇതാരൊട്ടപ്പം എടുക്കാൻ പോകുന്നത് റിവൈവ് എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. ചേസും റിവൈവ് ചിന്ത. നോക്കാം കളി എടുക്കാൻ പറ്റുമെന്ന്. കാരണം ഇവിടെ 2v1 സിറ്റുവേഷനാണ്. സ്റ്റോണർ 162 വൈപ്പറിന് കൊടുത്തിട്ടുണ്ട്. നോക്കി കളിച്ചില്ലെങ്കിൽ കളി കയ്യിൽ നിന്ന് പോവും. അങ്ങനെ എടുത്തിട്ടുണ്ട്. വിസാർഡും 2 പ്ലേയേഴ്സ് നല്ല ഡാമാണെന്ന് മാത്രം നമുക്ക് പറയാനുള്ളൂ. ഒരു അടിച്ചോണ്ട് അടിപൊളി കളിയായിരുന്നു. ഈ ഒരു റൗണ്ടാണ് അടിയിൽ നിന്നും കിട്ടും, റൈറ്റ് കിട്ടും, അപ്പർ ലെഫ്റ്റിൽ നിന്നും കിട്ടും, ഇതും എൽറ്റുമ്പോൾ നിന്നും കിട്ടും, എവിടെ എല്ലായിടത്തുനിന്നും കിട്ടും. അപ്പം ബിയാറിലും ബിയാസിലും സെറ്റല്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും കാരണം 1060 എത്രയോ വ്യൂസ് കയറിയിട്ടുണ്ട് അക്ഷയിൻ്റെ വീഡിയോ. നമ്മൾ അക്ഷയ കാണാത്തൊരു ഷോർട്സിൽ പോയിട്ട് ലിങ്ക് പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ടൂർണമെൻറ്റ് ഹൈലൈറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്താ സ്റ്റോണർ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു, നല്ല ഡാം കൊടുത്തിട്ടുണ്ട്. അതുപോലത്തെ ഒരു കില്ല് കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്ലെയർ വരുന്നുണ്ട്. തുണി വന്നെങ്കിലും കാര്യമില്ല. അതാണ് പഠിക്കാൻ അറിയാണ്ട് കേട്ടാ. ആ റീലോഡ് കഴിഞ്ഞ് വന്നു. വേറെ പ്ലെയറിനെ എടുക്കുന്ന സമയത്താണ് വന്നത്. 3v3 സിറ്റുവേഷൻ. അതുപോലെ തന്നെ ഹജൂണും സ്റ്റോണറും ഹജൂൺ എന്താണ് എന്തായാലും വൈപ്പർ സീനാട്ടോ. വൈപ്പർ അപ്പോഴും ഇപ്പോഴും ഇങ്ങനെ അടിച്ചടിച്ച സീനാണ്. ഇതിൻ്റെ കരുനാക്കെന്ന് പറയരുത്. ഒരു പ്ലെയർ മാത്രം ബ്രൈറ്റ് മാത്രമുള്ള ബ്രൈറ്റ് എടുക്കാൻ വേണ്ടി നോക്കാം. ബ്രൈറ്റ് പവർ കാണിക്കുമ്പോൾ M8ഉം മാക്സ് തന്നെ എടുത്തിട്ട് നോക്കാം. ബ്രൈറ്റ് ഇവിടെ ഹെഡ്ഷോട്ട് അടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ തല കയറിയില്ലാന്ന് മാത്രം. M8 എടുത്തത് പിടിച്ച് നിൽക്കുന്നുണ്ട്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിൽ നിന്ന് അടി കിട്ടുന്നുണ്ട്. അങ്ങനെ അതാ ഓഗിയാണ് ബാക്കിൽ നിന്ന് കുത്തി പിടിക്കുന്നു. അത് ഫ്രണ്ടിൽ നിന്ന് ഇമ്പൂറും അടിക്കുന്നു. അങ്ങനെ കളി 3 റൗണ്ട് ടീം ഡിസ്ട്രോയ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത് പാർട്ട് 2 കാണണമെങ്കിൽ പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാം. അതിനടിയിൽ തന്നെ ഉണ്ടാവും. നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ് പാർട്ട് 1-ൻ്റെത്. അല്ലെങ്കിൽ നമ്മൾ ചാനൽ ചെക്കൗട്ട് ചെയ്യുന്നതാണ്. ഫൈനൽ വീഡിയോ നാളെ 8 മണിക്ക് വരുന്നതാണ്. പാർട്ട് 1 8 മണിക്കും, പാർട്ട് 1 7:30ക്കും, പാർട്ട് 2 8 മണിക്കും ആയിട്ടൊക്കെ വരാം.
ഇനിയിപ്പോൾ മൂന്ന് ഇതുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു ടീം ഡിസ്ട്രോയ്സ് ജയിക്കണമെങ്കിൽ മൂന്നാമത്തെ ഇതുണ്ടാവും പർഗട്ടറി. അപ്പോൾ ആ ഒരു കളി വരാൻ ടീം ഇവരേറ്റവും ഈ എബ്രോ ട്രൈബിനേറ്റാവും. പക്ഷേ നമ്മൾ പിന്നെ ഉണ്ടാവും. അതുകൊണ്ട് 7 മണി 7:30 8 മണി എന്നുള്ള രീതിയാവും. ഇവിടുത്തെ ഹജൂന് അടിക്കാൻ പറ്റാൻ നോക്കാം. ഓ ഹജൂൻ എടുത്തിട്ടുണ്ട് വരായിരുന്നു. പക്ഷേ ഇവിടുന്ന് അടി കിട്ടുന്നുണ്ട്. പക്ഷേ വൈപ്പർ ഇവിടെ തന്നെ ഉണ്ട്. വൈപ്പറിൻ്റെ കളി നോക്കാം. ഓ വൈപ്പറിനെ എടുക്കാൻ പറ്റില്ല. വിസാർഡ് മാത്രമാണ് ഡബ്ല്യൂ ഉണ്ട് UMP ഉണ്ട് കയ്യിൽ. ഓ 1v3 സിറ്റുവേഷൻ ആണ്. ഹാൻഡിൽ ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ ഗ്ലൂ വാൾ എല്ലാവരും സേഫാണ്. യെല്ലോ ഗഡ്ജറ്റ് തന്നെ യൂസ് ചെയ്യുന്നുള്ള വിസാർഡിൻ്റെ ടെക്നിക്ക് മൂവ് നോക്കാം. ഇവിടെ ഓഗി വരുന്നുണ്ട്. സോണ ബാക്കിൽ നിന്ന് അങ്ങനെ ഡബിൾ സപ്പോർട്ടും കൊടുത്ത് അടിച്ചിട്ടുണ്ട്. 4 റൗണ്ട് എടുത്തിട്ടുണ്ട്. കളി കയ്യിൽ നിന്ന് പോകുന്ന ഒന്നാൽ അവർ കംബാക്ക് പിടിക്കണം. 2 റൗണ്ട് കംബാക്ക് കൂടി പിടിക്കണം. ഇതുവരെ MVP ഉള്ളത് നമ്മളെ ET അർജുനാണ്. 16 കിലോയോട് കൂടി ക്വാളിഫൈ മാച്ചിലാണ്. നോക്കാം. കയ്യൊക്കെ സീനാണ് കഴിച്ച്. എന്നിട്ട് നമ്മൾ ലൈവ് വിടുന്നിട്ട് നിങ്ങൾ അത്ര സപ്പോർട്ട് ചെയ്യണം. ലൈവിൽ നമുക്ക് ഫസ്റ്റത്തെ ക്വാളിഫൈ മാച്ച് ABCD ഗ്രൂപ്പ് തന്നെയാണ് കൂടുതൽ യൂസ് ഉള്ളത്. അല്ല ABC മാച്ചുകൾക്കാണ് കൂടുതൽ യൂസ് ഉള്ളത്. 66 യൂസ് ലൈവിൽ. 65 60 എത്ര യൂസ് ഉണ്ട്. ഒരു 66 ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അതെങ്ങനെ പോയിന്ന് പറയാം. ഹിസ്റ്ററിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുന്നു. ആൾക്കാർ അങ്ങനെ പോയിന്ന് തോന്നുന്നു. അതിലങ്ങനെ പോകുമെന്നും അറിയില്ല യൂസ്. അത് വൈപ്പറിൻ്റെ താഴെ ലെഫ്റ്റ് അടിയിൽ തന്നെ ഉണ്ട്. അടിയിൽ മേലെ തന്നെ തോന്നുന്നു. 1v3 4v3 സിറ്റുവേഷനാണ്. അവിടെ എംബറോ നോക്കാണ്. 3v3 സിറ്റുവേഷൻ. അതാ ഒരു പ്ലെയർ വന്ന്. ഓ ആരാണ് വൈപ്പർ. ഐ തിങ്ക് വിസാഡാ. ഓ അവനെ ഫിനിഷ് ചെയ്ത് വൈപ്പർ തന്നെയായിരുന്നു. 2 ആൾ കൂടി പോകുന്നുണ്ട്. 3 ആളെ വഴേക്ക് ബാക്കിൽ നിന്ന് ഡബിൾ സൗട്ടുണ്ട് സപ്പോർട്ടുണ്ട് ഇവർക്ക്. അതാ എടുത്തിട്ടുണ്ട് പ്ലെയർ. അവരെടുക്ക്. മിക്കവാറും ഓനെ പറ്റി എലിമിനേറ്റേക്കാണ് നല്ലത്. ഡബിൾ റിലോഡ് ആക്കി വന്നിട്ട് സ്റ്റോണർ അടിച്ചു. നോക്കാം. 5 റൗണ്ട് നമ്മുടെ ടീം ഡെസ്ട്രോയ്സ് എടുത്തിട്ടുണ്ട്. ഗൈസ് നമ്മളിത് കഴിഞ്ഞിട്ട് ലൈവ് ഇനി ഇടാൻ ശ്രമിക്കുന്നതാണ്. ആഴ്ചയിലിടാൻ ശ്രമിക്കുന്നതാണ്. ദിവസങ്ങളിൽ ലീവുള്ള ദിവസങ്ങളിൽ 10 മാസം ക്ലാസ്സൊക്കെ ആയ കാരണം നമ്മൾ സീനാണ്. ഓ ഇവിടെ നോക്കിയിട്ടുണ്ട്. 2 നോക്ക്. ഇതാ ഇവിടെ സ്റ്റോണർ വാങ്ങി സപ്പോർട്ടാണ് കൊടുക്കണം. ഓ സ്റ്റോണറിൻ്റെ ഏരിയസൊക്കെ എടുത്തായിരുന്നു. അജോ അറിയുന്നില്ല തോന്നുന്നു. ആ ചൂന എന്തേ കാട്ടണോ ഞാൻ ചെങ്ങായി. അവൻ ഫിനിഷ് ചെയ്താ പൊട്ടം തന്നെ തല വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്താ നമ്മ കാണിക്കുന്ന റാമിൻ്റെ വയലിൽ ക്യാപ്സ് പോകണം. 10 കിലോമീറ്റർ സ്റ്റോണർ ഉണ്ട്. നോക്കാം അടുക്കില്ല. 2 റൗണ്ട് കൂടി മാത്രം മതി. പിന്നെ 6 റൗണ്ട് വേണം.
ബ്രോ ട്രൈബിന്. ഇത് കഴിഞ്ഞിട്ടുള്ള മാച്ചാണ് അതിശക്തമായ മാച്ച് ഉണ്ടാവുക ഉണ്ടെങ്കിൽ എടുക്കുന്ന നമ്മൾ ഒരു വെള്ളം കുടിക്കട്ടെ. നമ്മളെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ടുള്ള ഗെയിമിംഗ് വോയിസും പോവും, അതുകൊണ്ട് ക്ഷമിക്കുക. ആരോ കാണുന്നുണ്ട്, അപ്പോൾ കാണുന്നവർ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു കമൻറ്റ് ഇട്ടിട്ട് പോയിക്കോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും. ഒരു ഷൗട്ട് ഔട്ട് തരാം ഗൈസ്. കാണുന്ന ഒരാൾ കാണുന്നുണ്ട്, ഒരാൾ ഞാൻ തന്നെ. നമ്മളിവിടെ 10 കല്ലെടുത്ത് സ്റ്റോണറാണ് MEP. നമുക്ക് അവിടെ 7 കല്ലെടുത്ത് എംബ്രൂ ഉണ്ട്, അതുപോലെ തന്നെ ഓക്കിയോ ഉണ്ട്. ക്യാപ്സ് ഗെയിമിങ് 3 കില്ല്, അതുപോലെ തന്നെ 3 കില്ല് ബ്രൈറ്റ്, 2 കില്ല് വിസാർഡ്, 6 കില്ല്, 4 കില്ല് ഹജൂണും വൈപ്പറും. വൈപ്പറിന് WM അടിയിട്ടിട്ടുണ്ട്, സ്റ്റോണറിനെ തന്ന തിങ്സ് ആയ. മേച്ചോണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പ്ലെയർ മാത്രം കേട്ടോ, ഹജൂണ് മാത്രം. ഹജൂണ് നിർത്തണെങ്കിൽ ടീം തന്നെ. അല്ല, കലാരിലല്ല ഈസ് എടുത്ത ഇല്ലാന്ന് തോന്നുന്നു. നമ്മൾ റീൽസ് ഷോർട്സ് എടുക്കുമ്പോൾ ബർമോഡിൽ 3 ഐസ് ഉണ്ട്, ഇവിടെ 3. ആരാണ് ലൈവ് കൊണ്ടൊന്ന് കമൻ്റ് ഒന്ന് ഹായ് ഇട്, നമ്മൾ പൊളിക്കണ്ടേ. ലൈക്കും കൂടി ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, അടിച്ച് കയറി പോവാ. ബ്രോ ക്രിസ്ത്യാനോ ചോദിക്കുന്നുണ്ട്, ബ്രോ ഹായ് ബ്രോ എന്ന്. ബ്രോ ആരാന്ന് പറയൂ ബ്രോ, രണ്ടാമത്തെ ആള് നോക്കാം. അതവിടെ ഇടപെടുന്നുണ്ട്, വേറെ എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. 80 സബ്സ്ക്രൈബേഴ്സാണ്. നിങ്ങൾക്ക് 100 സബ്സ്ക്രൈബർ തരാൻ പറ്റുമോ? പക്ഷെ നമ്മൾ എന്നിട്ട് 2 വ്യൂസ്, 2 വീഡിയോക്ക് 2 വ്യൂസ് ഇത് തന്നെ ഉള്ളൂ. പിന്നെ തേർഡിന് 5 വ്യൂസും മാത്രമേ ഉള്ളൂ. തേർഡിന് സെമി ഫൈനൽ 2-ന് 2 വ്യൂസ് അധികം. അങ്ങനെ തന്നെ ഷിനിൽ ബി, ഹലോ ബായ് ബ്രോ. ബ്രോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷെയർ ചെയ്തെങ്കിലും വേണ്ടില്ല, ഷെയർ ഇപ്പം നമ്മൾ ചെയ്യാറുന്നില്ല. ആൾക്കാർ പറയുമ്പോൾ ഒരു സബ്സ്ക്രൈബെങ്കിലും ചെയ്യാം, അത്ര വിലപ്പെട്ട നമുക്ക്. ഞങ്ങൾക്കതൊരു സബ്സ്ക്രൈബായിട്ട് തോന്നും, പക്ഷേ നമുക്കത് വലുതാണ്. ശുഭദിനം. അതവിടെ അജൂണും ടീമും ബാക്കിൽ വന്നിട്ടുണ്ട്. വൈപ്പറാണ് ഇവിടെ 9 കില്ലെടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ 13 കില്ലെടുത്തിട്ട് സ്റ്റോണർ ഉണ്ട്. സ്റ്റോണറിന് ഒന്ന് സ്ലോ ആക്കുകയാണെങ്കിൽ ഓരോ റൗണ്ടിലും ഓരോ കില്ല് എടുക്കുകയാണെങ്കിൽ നമ്മൾ അജുവിൻ്റെ റെക്കോർഡ് വെട്ടിക്കാൻ പറ്റി നോക്കാം. അജുവിൻ്റെ റെക്കോർഡ് വെട്ടിക്കുമെന്ന് നമ്മൾ ഇതിൽ MEP ആയാലും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് ഔട്ട് കൊടുക്കുന്നു. അത് തന്നെ SG സൈക്കോ ഒറിജിനൽ SGയിലാണോ, സോൾ ഗാങ്ങിലാണോ SG സൈക്കോ? നമ്മളെ സോളിൻ്റെ ഗിൽഡിലാണോ ഉദ്ദേശിച്ചത്? എന്താ പിന്നെന്താ പ്രശ്നം? ഓക്കെ സോ സാഡ്. അവിടെ കൊടുത്താണ്. അവിടെ എന്നാലും താങ്ക്സ്. കിക്കാക്കാൻ പറഞ്ഞ ഞാൻ. ഓക്കെ, അങ്ങനെ മനസ്സിലായി. മനസ്സിലായി ബ്രോ ലൈക്ക് ഷെയറൊക്കെ ചെയ്യാം. ഷെയർ ചെയ്തിട്ട് വേണ്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യാം.
നോക്കാം ഇവിടെ ഒരു പ്ലെയർ മാത്രം. ബ്രോ എന്താണ് ബ്രോ എല്ലാത്തിലുണ്ടല്ലോ. നമ്മുടെ പേരെന്ത്? അതായത് അവിടെ നമ്മളെ ടീം ഡിസ്ട്രോയ്സ് എടുത്തിട്ടുണ്ട്. ഓ ഷിനില് ഇവരെ ടീമാന്ന് തോന്നുന്നു. 15 കില്ലായിട്ട് സ്റ്റോണറിന് പറ്റിയില്ല. ഇത് 16 കില്ലെടുക്കാൻ ET അജുവിൻ്റെ റെക്കോർഡ് 16 കില്ലാണ്. പക്ഷേ 15 കില്ല് മാത്രമേ പറ്റിയുള്ളൂ. നോക്കാം, നമുക്ക് അടുത്ത മാപ്പ് പർഗട്ടറാണ്.